ചാലക്കുടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 2 പെൺകുട്ടികളെ കരയ്ക്കെത്തിച്ചു. രണ്ടുപേരുടെയും നില ഗുരുതരമാണ്. വടക്കൻ പറവൂർ കോഴിത്തൂർ സ്വദേശികളായ പെൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദീപ് ജോസഫ് നൽകും വിവരങ്ങൾ. പ്രദീപ്, മഴ ഒക്കെ പെയ്തുകൊണ്ട് രൂക്ഷമായി പെയ്ത് പുഴകളൊക്കെ തന്നെ നിറയുന്ന ഒരു അവസരമാണ്, സമയമാണ്. ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞുവോ? ഒരു ആശുപത്രിയിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിക്കാനായോ? ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ പ്രദീപ്? പ്രജിഷ, രാവിലെ 10 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. ചാലക്കുടി പുഴയുടെ ഓരമാണിത്. ചാലക്കുടി പുഴയാണ് കാണുന്നത്. ചാലക്കുടി പുഴയിൽ കോഴിത്തുരുത്ത് മണൽബണ്ടിന് സമീപമാണ് അപകടമുണ്ടായത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായ 5 പെൺകുട്ടികളാണ് കുളിക്കാൻ ഇറങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചാലക്കുടി പുഴയുടെ ഈ കൈവഴിയുടെ ഭാഗത്ത്, ഞാൻ ഈ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്ത് നിന്ന് കക്കവാരിയും മറ്റും കളിക്കുകയായിരുന്നു പെൺകുട്ടികൾ. അവധിക്കാലമായതുകൊണ്ടും ഞായറാഴ്ച അവധി ദിവസത്തിൻ്റെ ഒരു ആലസ്യത്തിൽ കക്കവാരി കളിക്കുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന് ഈ കാണുന്ന ചാലക്കുടി പുഴയുടെ ഈ കൈവഴി പുഴയിലേക്ക് ചേരുന്ന ഭാഗത്തെത്തി. മണൽവാരി താഴ്ചയും മറ്റും ഉള്ള പ്രദേശം കൂടിയാണ് ഇവിടം. അവിടെ എത്തിയപ്പോൾ ഈ പെൺകുട്ടികൾ മുങ്ങിപ്പോവുകയായിരുന്നു. 5 പെൺകുട്ടികളിൽ ഒരാൾ ഒരു വിധേന സ്വയം നീന്തി കരയ്ക്ക് കയറി. മറ്റ് 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മറ്റ് 2 പേരെ ഫയർഫോഴ്സാണ് പുറത്തെത്തിച്ചത്. 2 പെൺകുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. പറവൂർ ഫയർ സ്റ്റേഷൻ എന്നുള്ള ഉദ്യോഗസ്ഥരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിയത്. ഫയർ ഓഫീസർ VG റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. നിങ്ങൾ എത്തിയപ്പോഴേക്ക് അവരെ നാട്ടുകാർ കരയ്ക്ക് കയറ്റിയിരുന്നോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാനായി? ഞങ്ങൾ വന്നപ്പോഴേക്കും നമ്മളെ മുങ്ങി താന്നുകൊണ്ടിരുന്ന ഒരാളെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. മറ്റു 2 പേരെ കാണാനില്ലായിരുന്നു, മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂബ ടീം 4 പേര് സ്കൂബ പുഴയിലിറങ്ങി ഒരാൾ ആദ്യം കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ കിട്ടിയത്. ഏതായാലും ഇവിടുത്തെ ഈ പുഴയുടെ ആഴങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം. കണ്ടാൽ ചെറിയ പുഴയാണെന്ന് തോന്നുമെങ്കിലും അധികം ആഴമില്ലെന്ന് തോന്നുമെങ്കിലും പെട്ടെന്നുള്ള ഡീപ്പ് എവിടെയൊക്കെയാണെന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത്. ഒരു അവധിക്കാലത്ത് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ പോവുകയായിരുന്നു അല്ലേ ഈ മേഖലയിൽ? അപ്പോഴാണ് ഇങ്ങനെയൊരു ഈ വെക്കേഷൻ കാലത്ത് ഈ 2 മാസമായിട്ട് വേറെ അപകടങ്ങളൊന്നും ഇല്ല. സാധാരണഗതിയിൽ പറവൂർ മേഖലയിലൊക്കെ കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യത ഉള്ള സ്ഥലങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളതാണ്. ഈ വർഷം ഇപ്പോൾ വല്ല അപകടമില്ലാതെ സ്കൂൾ തുറക്കാറായ സമയത്താണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിന് എത്താൻ മാത്രമേ സാധിച്ചുള്ളൂ അല്ലേ? രക്ഷാപ്രവർത്തനം എത്തുക മാത്രമല്ല, ഞങ്ങളുടെ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ പറവൂർ അഗ്നിരക്ഷാനിലയത്തുനിന്ന് കൃത്യമായി തന്നെ ഞങ്ങളെത്തി. അപ്പോൾ നാട്ടിലെ ആൾക്കാർ ഇവിടെ തെരച്ചിൽ നടത്തുന്ന ഉടനെ തന്നെ സേനാംഗങ്ങൾ സ്കൂബ സെറ്റ് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുകയും ആദ്യത്തെ നാട്ടുകാരെ കണ്ടുകയും ഉടനെ തന്നെ ഞങ്ങൾ തിരയിലും 2 കണ്ടെടുക്കുകയും ചെയ്തു. നാട്ടുകാരായ രക്ഷാപ്രവർത്തകരുണ്ട്, ഒപ്പം മറ്റ് ജനപ്രതിനിധികളുണ്ട്. പറവൂർ മേഖലയിൽ സാധാരണ അപകടങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. ഈ കുട്ടികളെയൊക്കെ പരിചയമുള്ള ആളുകളാണോ? കുട്ടികളെ അറിയാവുന്ന ആളുകളാണ്. കുട്ടികളൊക്കെ അറിയാം. പുഴയിൽ അടിയൊഴുക്കുള്ള സമയമാണ്. അടിയൊഴുക്കുണ്ട്. ഇപ്പോൾ നല്ല അടിയൊഴുക്കുള്ള സമയമാണ്. പോരാത്തിന് ഷട്ടർ തുറന്നെടുക്കായിരുന്നു. കണക്കടവ് ഷട്ടർ തുറന്നെടുക്കായിരുന്നു. അത് കുറേ ടൈം വൈകിയാണ് അടയ്ക്കാൻ പറ്റിയത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് പിന്നെ കുട്ടികളെ കിട്ടാൻ വൈകിയത്. അതെ, ഈ ഞങ്ങളുടെ ഒരു HI ആയിരുന്ന ബിജോഷ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവരുടെ പെങ്ങന്മാരും അവരുടെ മക്കളുമായിട്ട് പുള്ളിയുടെ വീട്ടിലുണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് ഇവിടെ വന്നത്. കുടുംബാംഗങ്ങളായ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അതെ, പെങ്ങന്മാരുടെ മക്കളാണ്. ബിജോഷ് സാറിൻ്റെ കുട്ടീനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി വെന്റിലേറ്ററിലുണ്ട്, ഒരു കുട്ടി ഇപ്പോൾ കൊണ്ടുപോയ കുട്ടി മരിച്ചതായിട്ടാണ്. 2 കുട്ടികൾ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്നത്. അനൗദ്യോഗികമായിട്ട് മറ്റേ കുട്ടി വെന്റിലേറ്ററിലാണ്. സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചെറിയ കുട്ടിയാണ്, ഒരു 8 വയസ്സായതുകൊണ്ടാണ് പറയണത്. 20 വയസ്സിന് മേപ്പറുള്ള ഈ കുട്ടിയാണ് ഇപ്പം മരിച്ചതായിട്ട് അറിയുന്നത്. ഇത്തരത്തിൽ ഒരു അപകടത്തിൻ്റെ നടുക്കത്തിലാണ് ഈ കോഴിത്തുരുത്ത് മണൽബണ്ട് പ്രദേശം എന്ന് പറയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. ഈ അപകട വിവരം പറഞ്ഞ് നിരവധി ആളുകൾ, ഒരു ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, പറവൂർ നഗരത്തിൽ നിന്ന് മാറി കണക്കൻകടവ് മേഖലയോട് ചേർന്ന് അപകട വിവരം അറിഞ്ഞ് നാട്ടുകാരും ഒക്കെയായ നിരവധി ആളുകൾ എത്തിയിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന കുട്ടികളുടെ ആരോഗ്യനില എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്കയാണ് നിലവിൽ ഉള്ളത്. അപകട വിവരം പറഞ്ഞ് ഫയർഫോഴ്സിനെ കൂടാതെ പോലീസും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ എത്തിയിരുന്നു. നിലവിൽ നമുക്കറിയാം, വലിയ മഴ പെയ്ത് പുഴകൾ ഒക്കെ തന്നെ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പലപ്പോഴും അടിയൊഴുക്ക് ശക്തമായിട്ടുണ്ട്. മണൽവാരി കുഴികളും മറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത്.